ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസനത്തിൽ ലോകരാജ്യങ്ങളെ അമ്പരപ്പിക്കുന്ന നേട്ടവുമായി ഇന്ത്യ. ഹൈദരാബാദിലെ സ്ക്രാംജെറ്റ് കണക്ട് പൈപ്പ് ടെസ്റ്റ് ഫെസിലിറ്റിയിൽ വെച്ച് 1200 സെക്കൻഡിലധികം സമയം നീണ്ടുനിന്ന സ്ക്രാംജെറ്റ് കമ്പസ്റ്റർ ഗ്രൗണ്ട് ടെസ്റ്റ് ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കി. അമേരിക്കയെയും ചൈനയെയും പോലുള്ള വൻ ശക്തികളെപ്പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് നേട്ടം. കഴിഞ്ഞ മെയ് 9 അതീവ രഹസ്യ സ്വഭാവമുള്ള പരീക്ഷണം നടന്നത്. ഈ വർഷം ജനുവരിയിൽ 700 സെക്കൻഡാണ് എഞ്ചിൻ പ്രവർത്തിപ്പിച്ചതെങ്കിൽ ഇത്തവണ അത് ഏകദേശം ഇരട്ടിയോളം വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. DRDOയ്ക്ക് കീഴിലുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറിയാണ് പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത്. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മിസൈലുകൾ നിർമ്മിക്കുക എന്നതാണ് ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം. 20 മിനിറ്റ് തുടർച്ചയായി പരീക്ഷിച്ച് വിജയിച്ചതോടെ കുറഞ്ഞത് 2000 കിലോമീറ്റർ ദൂരത്തിൽ വരെ ആക്രമണം നടത്താൻ സാധിക്കുന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. കണക്കുകൾ പ്രകാരം മാക് 5 വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈലിന് 20 മിനിറ്റ് കൊണ്ട് 2058 കിലോമീറ്റർ ദൂരം പിന്നിടാൻ സാധിക്കും. വേഗത മാക് 7 ആയി വർദ്ധിച്ചാൽ ഇത് 2881 കിലോമീറ്റർ വരെയാകും. ഈ നേട്ടം ഇന്ത്യയുടെ ഭാവി ക്രൂയിസ് മിസൈലുകളെ ലോങ് റേഞ്ച് വിഭാഗത്തിലേക്ക് ഉയർത്തും. ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ പദ്ധതിയുടെ അടുത്ത സുപ്രധാന ഘട്ടം ഇപ്പോൾ വികസിപ്പിച്ചെടുത്ത സ്ക്രാംജെറ്റ് സാങ്കേതിക വിദ്യയെ ഒരു സമ്പൂർണ്ണ ആയുധ സംവിധാനമായി മാറ്റുക എന്നതാണ്. ഇതിനായി പുതിയ ആയുധം തന്നെ വികസിപ്പിച്ചേക്കാം. ശബ്ദത്തെക്കാൾ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കുകയും ദിശ മാറ്റാൻ സാധിക്കുകയും ചെയ്യുന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളെ പ്രതിരോധിക്കുക നിലവിലെ സാഹചര്യത്തിൽ അസാധ്യവുമാണ്. ഇതോടെ ഈ സാങ്കേതിക വിദ്യ കൈവരിച്ച റഷ്യ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും മേഖലയിലെ പ്രബല ശക്തിയായി മാറിയിരിക്കുകയാണ്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.